ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കോസ്റ്റക്കാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ഷേത്രം, ശിവക്ഷേത്രത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ടെമ്പിൾ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇത് കൊല്ലം ജില്ലയില് കൊട്ടിയത്ത് നിന്ന് കിംസ് ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഇടത്തേക്ക്, അതായത് കൊല്ലത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ ഇങ്ങ് ഒരു ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററിനടുത്ത് വരുമ്പോൾ നല്ല പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് സമ്പന്നമായ വട്ടക്കായലിന്റെ നടുക്ക് നല്ല പ്രകൃതിയോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു അടിപൊളി ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത്. മാടസ്വാമി എന്നാണ് പേര്. അപ്പോ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ അതിന്റെ ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയും ടെമ്പിൾ വീഡിയോസിലൂടെ നല്ല നല്ല ക്ഷേത്രങ്ങളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്ക് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കൊല്ലം ജില്ലയിലെ മാന്നാംകുന്ന് ശിവക്ഷേത്രം. ഈ 25 പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ കാണാം മനോഹരമായ ശിവന്റെ ആ ഒരു മനോഹാരിത നിറഞ്ഞ ശില്പം തന്നെ ക്ഷേത്രത്തിന് മുകളിലായി. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏക ക്ഷേത്രം. ഇതാണ് കൊല്ലം ജില്ലയിലെ അത്ഭുത പ്രതിഭാസവും. എൻ്റെ പേര് മാടസ്വാമിയാ. പിന്നെ ശിവന്റെ നാള തിരുവാതിരയാ. ഈ കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം മാനാങ്കുന്ന്. മാനാങ്കുന്ന് എന്ന് പറഞ്ഞാൽ തിരുമാനാങ്കുന്ന. ഈ കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം മൂന്നാറ്റിമുക്ക്, കോട്ടുമല 6, പിന്നെ പശ്ചിക്കുടി, മൂന്നാറ്റിമുക്ക്, ഒറ്റപ്പിലാമൂട്, പിന്നെ പന്നേടി, വട്ടക്കായൽ, വട്ടം, പിന്നെ കിഴക്ക് ഭാഗം കൂരിച്ചാല്, ചരിത്രത്തിൽ വരുന്ന തോട്, ചുറ്റോട, പിന്നെ പശ്ചിക്കുടി, ഗോപുരം എന്ന് പറഞ്ഞാൽ ഗോപുരം പോലെ പണ്ട് ഗോപുരം കണക്ക് പൊങ്ങിയിരിക്കും. പിന്നെ വടക്ക് ഭാഗം പാറയടി, താമര എന്ന് പറഞ്ഞാൽ ഈ താമര വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പണ്ട് ഈ ഉപ്പൊന്നുമില്ലായിരുന്നു. ഇവിടെ എല്ലാം കൃഷിയാ. കരിമുണ്ടാൻ, ചേപ്പാടൻ, ചേറാടി, കുറ്റിച്ചേറാടി, പാണ്ടിവെള്ള, ഐക്യരാജ്യമുണ്ടാൻ, പിന്നെ ചെരുവില്ലാരൻ, പടനവെള്ള, തവളക്കണ്ണ. ഈ 3 വിത്ത് മേടത്തിനുള്ളിയിടും, ചിങ്ങത്തി കൊയ്യും പൊന്നോണം മാസം. ഇത് ബാക്കിയുള്ള വിത്തുകളെല്ലാം കർക്കിടത്തിലും ചേപ്പാടൻ വിതയ്ക്കും. ബാക്കിയുള്ള ഇതെല്ലാം നടും. കർക്കിടത്തിൽ പൂട്ടിയടിച്ച് കാളെ കൊണ്ട് നടുന്ന, ചൂട്ടേറ്റാ നടുന്ന, തലക്കൊട വെച്ച അന്നത്തെ കൃഷി. ഈ പനയുടെ തലക്കൊട കാണും അന്നത്തെ കാലത്ത്. ഇത് അന്ന് കാള കൃഷിക്കാരല്ല ആ സമയത്ത്. അന്ന് ഈ മാനാങ്കുന്ന് ക്ഷേത്രം തെക്ക് ഭാഗം ഈ വലിയ തോട്ടയുള്ളു തെങ്ങ് മരം, ബാക്കിയെല്ലാം വയല. ഇത് 13-11 ഇടയ്ക്ക് ഒരു ആളാ എൻ്റെ പുറത്ത് അനുകരിച്ച് വരുന്നത്, ഒരു ദേവിയ. ഇത് തമിഴ്നാട് ചെങ്കോട്ടയുള്ള ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ അവിടെ
ഈ മാരിയമ്മ മുത്തു മാരിയമ്മ കോവിൽ, പിന്നെ ഇത് അവിടെ ഈ ചുടലമാട ഈ മരത്തിൻ്റെ കൂട്ടിയിരിക്കുന്ന ആളാണ്. അയാൾ അനുകരിച്ച് വരും ഉത്സവത്തിന്. അടിപൊളിയായിട്ട് ഉത്സവം 18 തീയതി കൊടിയേറും. മാർച്ച് 3 കൊടിയേറും. 12 തീയതി തീരും. 28 തീരും. പിന്നെ പാണ്ടി കുംഭമേളം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തിരുനെല്ലിയാണ്. അത് എൻ്റെ അമ്മാച്ചൻ ലക്ഷ്മണസ്വാമി ഉള്ളപ്പം കൊണ്ടുവന്ന്, അപ്പൂപ്പൻ്റെ കാലത്ത് നാരായണസ്വാമി ഉള്ളപ്പം കൊണ്ടുവന്ന. ഇപ്പോൾ അവരെ കൊണ്ടൊക്കെ എത്തുകൊണ്ട് ഈ കുംഭമേളം ഇപ്പോൾ 52 രൂപ കൊടിയും ഇതെല്ലാം കൂടെ 52,000 രൂപ ആവും. അവരുടെ ചിലവും കാര്യങ്ങളെല്ലാം. ഇത് വർഷം തോറും ഇപ്പോൾ നടത്തിക്കൊണ്ടുവന്ന ഞാനായി. മഠസ്വാമി ഇതിൻ്റെ വൈസ് പ്രസിഡന്റും പൂജാരിയാണ്. അപ്പോൾ മാനാംകുന്ന് ശിവക്ഷേത്രത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.